ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഈ നാട്ടുരാജ്യം ഭരിക്കേണ്ട തമ്പുരാട്ടിയായിട്ട് പറയുക. ഞാൻ പ്രസവിച്ച മക്കളെന്നല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും ഈ ഉള്ളവൾ ജീവന്റെ ജീവനായ മാധവേട്ടനെ പിരിഞ്ഞ് ജീവിക്കില്ല. അച്ഛനമ്മയും ബാധ്യതയാണ് പോലും. നീ ഇനി എന്ത് പറഞ്ഞാലും ശരി, രണ്ടുപേരെയും കൂടി ചുമക്കാൻ എനിക്ക് പറ്റില്ല, പറ്റില്ല, പറ്റില്ല. ഒരേ വയറ്റിൽ ഒരേ സമയം രണ്ടുപേരെ ചുമന്ന നിങ്ങളുടെ അമ്മയുണ്ടല്ലോ. ആ അമ്മ രണ്ടുപേരെ ചുമക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിരുന്നെങ്കിലേ നിങ്ങളെ പോലൊരു പിഴച്ച ജന്മം ഇന്ന് ഈ ഭൂമിയിൽ പിറന്നു വീഴില്ലായിരുന്നു. സ്വന്തം ലാഭത്തിന് വേണ്ടി അച്ഛനും അമ്മയും അറവുമാടിനെ പോലെ വിൽക്കുന്ന നിങ്ങളുടെ പാപത്തിന്റെ പങ്ക് പറ്റാൻ ഇനി ഞാനില്ല. ഇതെല്ലാം നിന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടിട്ടാ. ജന്മം തന്ന അച്ഛനെയും 10 മാസം ചുമന്ന അമ്മയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരുത്തനും ഭാര്യ മക്കളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല. ഇനി നിങ്ങളോടൊപ്പം ഈ മുറിയിൽ താമസിക്കാൻ എനിക്ക് പറ്റില്ല. നിങ്ങൾക്ക് പിറന്നതുകൊണ്ട് എനിക്കിപ്പോ എന്റെ ഗോകുലിനെ വരെ പേടിയാ. അമ്മയും അച്ഛനും പിരിയണം. മാധവേട്ടന് ഉറങ്ങിയില്ലേ? കണ്ണടച്ച ഉറങ്ങാൻ കഴിയില്ലല്ലോ. മനസ്സ് സ്വസ്ഥമായാലല്ലേ ഉറക്കം കിട്ടൂ. ഗുളികയും കഴിച്ചില്ലല്ലോ. മാധവേട്ട, ഗുളിക കഴിച്ചേ? ഇനി ഗുളികയൊന്നും വേണ്ട ചന്ദ്രു. ഇന്ന് ഏതാ ദിവസം? വ്യാഴം. ഇനി ഒരുപാട് സമയം നമ്മൾ ഒരുമിച്ചുണ്ടാകില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു വ്യാഴാഴ്ച അല്ലേ? ഇനി ഒരു വേർപിരിയലിനും വയ്യ മാധവേട്ട. ഇനി ഈ കൈ പിരിച്ചു മാറ്റണമെങ്കിൽ അത് ചിതയിലേക്കായിരിക്കണം. അതാ ഇനി എന്റെ ആഗ്രഹം. ചന്ദ്രു, മാധവേട്ടന് അടുത്തില്ലാതെ എന്റെ സങ്കടങ്ങളും വിഷമങ്ങളും സ്വയം പറഞ്ഞു തീർത്ത നാളുകളിലേക്ക് തിരിച്ചു പോകാൻ എനിക്കിനി വയ്യ. ഞാനതിന് തയ്യാറല്ല. ചന്ദ്രു, വയ്യാഞ്ഞിട്ട മാധവേട്ട. ഇനി മാധവേട്ടനെ പിരിഞ്ഞ് ജീവിക്കാൻ ഞാനില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോയി ഒരു വാടക വീടെടുത്ത് താമസിക്കാം. അതിന് എന്റെ കയ്യിൽ പണമൊന്നും ഇല്ലല്ലോ ചന്ദ്രു. ഉള്ളതെല്ലാം ആ പ്രകാശം തട്ടിയെടുത്തില്ലേ? മാധവേട്ടനെ പിരിയാൻ കഴിയില്ലെന്ന് ഉറപ്പ് വന്നപ്പോഴാ അച്ഛനെ ഏട്ടനെ വരെ ഉപേക്ഷിച്ച് ഞാൻ മാധവേട്ടന്റെ ഒപ്പം ഇറങ്ങി തിരിച്ചത്. കോവിലകത്ത് നിന്നാണ് ഇറങ്ങി തിരിച്ചതെങ്കിലും എന്റെ മാധവേട്ടനുള്ള സ്ഥലമായിരുന്നു എന്റെ കൊട്ടാരം. ഇനി നമ്മളൊരു വേർപിരിയലില്ല. ഇന്ന് രാജഭരണമായിരുന്നെങ്കിൽ ഈ നാട്ടുരാജ്യം ഭരിക്കേണ്ട തമ്പുരാട്ടിയായിട്ട് പറയുക. ഞാൻ പ്രസവിച്ച മക്കളെന്നല്ല, സാക്ഷാൽ ഈശ്വരൻ തന്നെ വന്ന് പറഞ്ഞാലും ഈ ഉള്ളവൾ ജീവന്റെ ജീവനായ മാധവേട്ടനെ പിരിഞ്ഞ് ജീവിക്കില്ല. ചന്ദ്രു, ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച്.
എന്താ നിനക്കാ ബാധ്യത ഏറ്റെടുക്കാൻ പറ്റോ? മനോജിന് കൊടുക്കാനുള്ള പണം നീ കൊടുക്കോ? എനിക്ക് ഒരു കുഞ്ഞുണ്ട്, അവനെ എനിക്ക് പഠിപ്പിക്കണം. വന്ദനമ്മേ, ദിയമ്മൾക്ക് ഉറക്കം വരുന്നു. വന്ദനമ്മേ, വന്ദനമ്മയ്ക്ക് ഇപ്പൊ ദിയമ്മളെ ഒട്ടും ഇഷ്ടമില്ല. എനിക്കറിയാം, ദിയമ്മളെ ഇപ്പൊ ആർക്കും വേണ്ട. മോളെന്താ അങ്ങനെ പറഞ്ഞ? വന്ദനമ്മയ്ക്ക് ദിയമോളോട് സ്നേഹം ഇല്ലാതിരിക്കോ? വന്ദനമ്മ ഇപ്പൊ ദിയമ്മൾക്ക് കഥയൊന്നും പറഞ്ഞു തരാറില്ലല്ലോ. ഇഷ്ടമില്ലാത്തോണ്ടല്ലേ കഥയൊന്നും പറഞ്ഞു തരാത്തത്. മോളെ, അതിലും വലിയ കഥകളല്ലേ ഈ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഥകളോ? വന്ദനമ്മ പറയുന്നൊന്നും ദിയമ്മൾക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് ഈ വീട്ടിൽ നിന്ന് പോവാൻ വന്ദനമ്മ. ഇവിടെ എപ്പോഴും വഴക്കാ. ദിയമ്മൾക്ക് പേടിയോ? ദിയമോളെ പേടിക്കണ്ട. മോൾക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ? മോളെ വന്ദനമ്മ ഉറക്കാം. ജനങ്ങൾ എന്താ വന്ദനമ്മ വരാൻ താമസിക്കുന്നത്? ജനങ്ങൾ വരും, മോൾ ഉറങ്ങ്. ഇനിയങ്ങോട്ട് അച്ഛന്റെ അമ്മയുടെയും കൂടി ഭാരം ചുമക്കാൻ എനിക്ക് വയ്യ. ദിയമോൾ ഉറങ്ങിയല്ലേ? ഉറങ്ങും മുമ്പ് ജഗനെ തിരക്കി. ദിയമോൾക്ക് ഇപ്പൊ ഈ വീട് മടുത്തു. മാനത്തെ കൊട്ടാ